ഹലോ ഗൈസ്, എല്ലാവർക്കും നന്ദൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ 2-3 മാസമായി ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി വരുന്നു. അപ്പോൾ ഞാൻ അനിയത്തിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് പൂനെയിൽ കുറച്ചൊരു ചേഞ്ചൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പോയത് സ്വാമിനാരായണ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. പൂനെയിലുള്ള നല്ല പ്രസിദ്ധമായ ടെമ്പിളാണ്. അടിപൊളി ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് തവണ പൂനെയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു തണുപ്പ് സമയത്ത് പോകുന്നതാണ് നല്ലത്. നല്ല വെയിലൊക്കെ ആയിരുന്നു. പിന്നെ ഏകദേശം ഒരു 5 മണിയായപ്പോൾ നമ്മൾ അവിടെ എത്തി. ഒരു 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ അവിടെ നിന്ന്. പിന്നെ അവളെ ഫ്ലാറ്റിൽ നിന്ന്. പിന്നെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. തണുപ്പ് സമയം വന്നാൽ മതി പറഞ്ഞാൽ പച്ചപ്പ്, അതായത് ലോൺ ഏരിയയൊക്കെ മൊത്തം വാടിക്കരിഞ്ഞിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പച്ചപ്പൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല തണുപ്പ് സമയത്ത് വന്നാലാണ് നല്ല കാഴ്ച ഉണ്ടാവുക. അപ്പോൾ ഇതും കുഴപ്പമില്ല, നല്ലതായിരുന്നു. പിന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ രാമനവമി ആയിരുന്നു ഇന്നലെ നമ്മൾ പോയ ദിവസം. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. സൂപ്പറായിരുന്നു. പിന്നെ ഉള്ളിൽ ഫോട്ടോസൊന്നും അലൗഡല്ല. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടം പോലെ ക്രൗഡായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ എല്ലാവരും അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് പിന്നെ രാത്രി വരെ ഇരിക്കണം. രാത്രി ആണ് അവിടുത്തെ കാഴ്ച. നല്ല ലൈറ്റൊക്കെ ആയിട്ട് രാത്രി നല്ല രസമാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ലൈറ്റ് ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ ലൈറ്റ് ഇട്ട് തുടങ്ങി. പക്ഷേ അതിൻ്റെ ഭംഗിയാണെങ്കിൽ രാത്രി ആവണം. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അടിപൊളിയായിരുന്നു. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ കുറേ സമയം പാർക്കിൽ കളിച്ച്. പിന്നെ ഞങ്ങളവിടെ ഇരുന്നിതാ രാത്രിയത്തെ കാഴ്ച കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. ലൈറ്റ് വരുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഭംഗി മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ എൻജോയ് ചെയ്ത്. കുട്ടികൾ നല്ല പാർക്കുള്ളത് കൊണ്ട് കുട്ടിക്ക് അങ്ങനെ മടുക്കില്ല. പിന്നെ അവിടെ തന്നെ ഒരുപാട് ഏരിയ ഉണ്ട് കുട്ടിക്ക് ഓടിക്കളിക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയായപ്പോൾ വീട്ടിലേക്ക് മടങ്ങി. ഓക്കേ.